ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി രാജ്യം നിൽക്കുമെന്ന് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനവും പ്രഖ്യാപനവുമായിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അവസാനിക്കുമ്പോൾ പുറത്തുവരുന്ന തീരുമാനം ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ട് എന്ന് സർവകക്ഷി യോഗത്തിൽ നേതാക്കൾ എല്ലാവരും അറിയിച്ചതാണ്. സൈന്യം ഈ കാര്യത്തിൽ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് അതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് പ്രതിപക്ഷവും യോഗത്തിൽ പറഞ്ഞു. അതുല്യ രാമേന്ദ്രൻ ചേരുന്നു. എന്തൊക്കെയാണ് സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്തത്? തീരുമാനം പോലെ വന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ്? ചെയ്യുന്ന ഏത് നീക്കത്തിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിപക്ഷം ഒറ്റക്കെട്ടായി. സൈന്യത്തിന് പൂർണ്ണ പിന്തുണയുണ്ടെന്ന് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറിയിച്ചു. ഒരു തരത്തിലും കുറ്റപ്പെടുത്തേണ്ട സാഹചര്യമല്ല, പരസ്പരം മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട സാഹചര്യമല്ല, ഇത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സാഹചര്യമാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ യോഗത്തിൽ അറിയിച്ചത്. ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി തന്നെ രാജ്യം മുന്നോട്ട് പോകും, എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെ ഭീകരതയെ ചെറുക്കുമെന്നുള്ളൊരു പൊതുവികാരമാണ് ഇന്ന് ഡൽഹിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ഉയർന്നത്. ഏതായാലും സൈന്യത്തിന്റെ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങളിൽ സൈന്യം ഇനി എടുക്കാൻ പോകുന്ന എന്ത് നടപടിയെയും പൂർണ്ണമായും പ്രതിപക്ഷം പിന്തുണയ്ക്കുമെന്നും പ്രതിപക്ഷം ആ യോഗത്തിൽ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി എന്ത് നീക്കമായാൽ പോലും അതിന് മറ്റ് തടസ്സങ്ങളില്ല. രാജ്യം ആ സന്ദേശം ലോകത്തിന് നൽകുകയാണ്. ഇവിടെ രാജ്യത്തിനെതിരായ ഏത് കടന്നാക്രമണത്തിനും ഏത് ആക്രമണത്തിനും എന്ത് നടപടിക്കുമെതിരെ ഇവിടെ രാഷ്ട്രീയമില്ല, രാജ്യം ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച്. ഏതായാലും ഇന്ന് 11 മണിയോട് കൂടിയാണ് പാർലമെന്റിൽ ആ യോഗം ആരംഭിച്ചത്. ആ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദേശം കേന്ദ്ര പ്രതിരോധ മന്ത്രി വായിക്കുകയാണ് ചെയ്തത്. രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് പ്രധാനമന്ത്രി ആ സന്ദേശത്തിൽ അറിയിച്ചത്. പിന്നീട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ് പ്രധാനമായും രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നുള്ള കാര്യം പ്രതിരോധ മന്ത്രി അറിയിച്ചു. അതിന് പൂർണ്ണമായ പിന്തുണ പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചു. അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഭിന്നസ്വരങ്ങളും ഇല്ലാതെ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സർവകക്ഷി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. സർവകക്ഷി യോഗം ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതിനിടയിൽ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഉള്ള ഒരു ആക്രമണ ശ്രമം ഇന്ത്യ തടുത്തിട്ടല്ലോ. പാക് മിസൈൽ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നുണ്ട്. പഞ്ചാബ് അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായത്. എന്തൊക്കെയാണ് വിവരങ്ങൾ, ആന്റണി? തീർച്ചയായും മിസൈൽ ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് മിസൈൽ വെടിവെച്ചിട്ടത്. ചൈനീസ് നിർമ്മിത എയർക്രാഫ്റ്റിൽ നിന്നുള്ള ചൈനീസ് നിർമ്മിത PL-15 എന്ന റോക്കറ്റാണ്, മിസൈലാണ് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് വെടിവെച്ചിട്ടത്. ഏതായാലും അമൃത്സറിൽ നിന്ന് ആ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സിന്ദൂർ ഓപ്പറേഷന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായുള്ള പ്രകോപനം ഉണ്ടാവുകയാണ്. ജമ്മു കാശ്മീരിൽ അതിർത്തിയിൽ ഷെല്ലാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. 15ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതിനിടയിൽ പലയിടങ്ങളിലും പാക് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന്, പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി കടന്നു വന്നതായുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പഞ്ചാബിൽ പലകുറി ഈ വിമാനങ്ങൾ അതിർത്തി വരെ പറന്ന് തിരിച്ചു പോയിട്ടുണ്ട്. അത്തരത്തിൽ അതിനിടയിലാണ് ഒരു മിസൈൽ ആക്രമണത്തിനുള്ള പാകിസ്ഥാന്റെ ശ്രമം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പ്രകോപനം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ മുതൽ തന്നെ അവിടെ ഇന്ത്യൻ സൈന്യം ഒരു ഫെൻസിംഗ് എന്നുള്ള തന്നെ പറയാൻ കഴിയുന്ന വിധത്തിൽ വിവിധ തലങ്ങളിലുള്ള സുരക്ഷ ഒരുക്കിയിരുന്നു. ഏതായാലും ഇന്ത്യയുടെ ആ മിസൈൽ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ PL-15 എന്ന ആ മിസൈലിനെ വെടിവെച്ചിട്ടിരിക്കുകയാണ്. ഏതായാലും പാക് പ്രകോപനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം.